തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എന്താണ് തീ ഇത് മറ്റേ ചെയ്യാൻ പറ്റുമോ? അത് അവരോട് ചോദിച്ചു നോക്കാം. ഏതാണ്ട് ഒരു അണ്ടർ കൺട്രോളിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള 7 യൂണിറ്റുകൾ നമ്മുടെ സൈഡിലുള്ള 7 യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ സോഴ്സിലെ ഇത് നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ പുറകിലെ വീടാണ് ഞങ്ങൾക്ക് ആദ്യം ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നത്. വീടുകൾ മാക്സിമം സേവ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടുള്ള കടകളിലേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഏതാണ്ട് അണ്ടർ കൺട്രോൾ ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എത്ര യൂണിറ്റ് സാർ ഇപ്പം നിലവിൽ? 7 യൂണിറ്റുകൾ ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു യൂണിറ്റ് അസിസ്റ്റൻസ് വിളിച്ചിട്ടുണ്ട്. അവരും ഏതാണ്ട് നിമിഷങ്ങളിൽ എത്തുന്നു വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു പാനിക്കായ കണ്ടീഷൻ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോണിക് ജീവനക്കാരൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, ജീവനക്കാരുണ്ട്. എല്ലാ സ്ഥലത്തും ജീവനക്കാരുണ്ട്. എല്ലായിടത്തും ആൾക്കാരെയും മാക്സിമം എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബിൽഡിങ്ങിനകത്ത് ജീവനക്കാരും ഞായറാഴ്ച അവധി ആയതുകൊണ്ട് അവർക്ക് ആൾക്കാരില്ല എന്നുള്ളത് അവരുടെ ആഘാതം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അറിയാൻ താമസിച്ചു ഒരിക്കലും. അവർ പറഞ്ഞുകൊണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തു. ഇലക്ട്രോണിക് വസ്തുക്കളാണ് സാറേ അതവരുടെ ഈ ഐബെൽ എന്നുള്ള കമ്പനിയുടെ ഇലക്ട്രോണിക് വസ്തുക്കളുണ്ട്. അവരുടെ പവർ ടൂൾസ് അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് അതിന്റെ അവസ്ഥ എന്ന് കൃത്യം അറിയില്ല. ഫയർ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്. അതായത് പാനിക് സിറ്റുവേഷൻ ഒഴിവായി നിലവിൽ അണ്ടർ കൺട്രോൾ ആണ് കാര്യങ്ങൾ എന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. തീ നിയന്ത്രണ വിധേയം ആയിട്ടുണ്ട്. ഇനി അവസാനവട്ട തീ കെടുത്താനുള്ള അവസാനവട്ട ശ്രമങ്ങൾ മാത്രമാണുള്ളത്. അതായത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്പോഞ്ചുകളിലും മറ്റു വസ്തുക്കൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഒക്കെ ഉള്ള തീ, പടർന്നു പിടിക്കുന്ന തീ, അത് കെടുത്താനുള്ള അല്ലെങ്കിൽ അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ഇലക്ട്രോണിക് വസ്തുക്കൾ ആയതുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധി രൂക്ഷമായതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഞാൻ ആദ്യഘട്ടം മുതൽ തന്നെ സൂചിപ്പിക്കുന്നതാണ്, ഈ പ്രദേശത്ത് തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ വീടുകളുണ്ട്. അതാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക വർദ്ധിപ്പിച്ചത്. ആ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അവർ ആദ്യം തന്നെ സ്വീകരിച്ചു. പ്രത്യേകിച്ച് ഈ വീടുകളിലേക്കെല്ലാം ആദ്യം തന്നെ വെള്ളം പമ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് ഫയർ എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിന് പിന്നാലെയാണ് ഈ ഫ്രണ്ട് ഭാഗങ്ങളിലും അതോടൊപ്പം 2 വശങ്ങളിലുമായും വെള്ളം ഇതിനകത്തേക്ക് പമ്പ് ചെയ്യാൻ ആരംഭിച്ചത്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. ഇനി അകത്തേക്ക് കയറുക എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിലെ ദൗത്യം. അത് ഒരു കുറച്ചധികം സമയമെടുക്കും. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് വിഷ്ണു സുരേഷ് നൽകുന്ന വിവരം. ആലുവ തോട്ടുമുക്കത്ത് ഇലക്ട്രോണിക് കടയ്ക്കാണ് തീ പിടിച്ചത്. ഐബെൽ എന്ന കടയ്ക്കാണ് തീ പിടിച്ചത്. പൂർണ്ണമായും കട കത്തി നശിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പരിഭ്രാന്ത ആകേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല എന്ന് ഫയർ ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. കൂടുതൽ ഫയർ എഞ്ചിൻസ് എത്തുന്നുണ്ട്. പൂർണ്ണമായും തീ അണക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നു. വിഷ്ണു സുരേഷാണ് സംഭവ സ്ഥലത്തു നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.